അടുത്ത മാസം 7 വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി സ്വതന്ത്രനാണ്. ആദ്യ ബലാത്സംഗ കേസിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനുള്ള വിലക്ക് നീട്ടിയിരിക്കുകയാണ് കോടതി. ജനുവരി 7 വരെ ഈ വിലക്ക് തുടരും. രാഹുലിന്റെ ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. ഫലത്തിൽ 2 ബലാത്സംഗ കേസുകൾ നേരിടുന്ന, അതിഗുരുതരമായ കുറ്റകൃത്യം നടത്തിയെന്ന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഏതാണ്ട് 20 ദിവസം ഇനി സ്വതന്ത്രനായി അറസ്റ്റ് ഭയക്കാതെ നടക്കാനുള്ള സാഹചര്യമാണ് നമ്മളുടെ കോടതികൾ നൽകിയിരിക്കുന്നത്. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആഘോഷിച്ച് പതിയെ 7-ാം തീയതി വരെ അറസ്റ്റ് ഭയക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിന് നടക്കാൻ കഴിയും. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അപ്പോൾ എന്താണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചതെന്ന് നോക്കിയാൽ, യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തുകയും ചെയ്തെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ആശ്വാസകരമാകുന്ന ഒരു നിലപാട് കോടതി സ്വീകരിച്ചിരിക്കുന്നു. അടുത്ത മാസം 7 വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോഴാണ് കോടതി അറസ്റ്റിനുള്ള വിലക്ക് നീട്ടിയത്. ജാമ്യ ഹർജിയിൽ ക്രിസ്മസ് അവധിക്ക് ശേഷം വിശദമായ വാദം നടക്കും എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഇന്ന് വരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള നടപടിയായിരുന്നു നേരത്തെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ ജനുവരി 7 വരെ നീട്ടിയിരിക്കുന്നത്. ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചായിരുന്നു കേസ് പരിഗണിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇന്ന് ഈ കേസെടുക്കുമ്പോൾ അദ്ദേഹം അവധിയായിരുന്നു. അതുകൊണ്ട് മറ്റൊരു ബെഞ്ചിലേക്കാണ് ഈ ഹർജി വന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ പിന്നീട് പരിഗണിക്കാമെന്ന് പറഞ്ഞ് ഇത് മാറ്റാനാണ് ആ ബെഞ്ചിനോട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഈ അറസ്റ്റ് വിലക്ക് ഇന്ന് വരെയാണ് ഉള്ളത് എന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടുന്നു. അത് നീട്ടിത്തരണമെന്ന് ആവശ്യപ്പെടുന്നു. അതോടെയാണ് കേസ് ഇനി പരിഗണിക്കുന്ന ജനുവരി 7 വരെ അറസ്റ്റിനുള്ള വിലക്ക് കോടതി നീട്ടിക്കൊടുത്തത്. കേസിൽ വിശദമായി വാദം കേൾക്കണമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് നേരത്തെ കോടതി രാഹുലിന്റെ അറസ്റ്റ് അറസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കിയിരുന്നത്. ജസ്റ്റിസ് ബാബുവിന്റെ ബെഞ്ച് നേരത്തെ താൽക്കാലികമായി അറസ്റ്റ് വിലക്കുകയായിരുന്നു. തിരുവനന്തപുരം സെഷൻസ് കോടതി നേരത്തെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു എന്നും ബന്ധത്തിൽ വിള്ളലുണ്ടായപ്പോൾ യുവതി പരാതി നൽകിയതാണ് എന്നുമാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ വാദിക്കുന്നത്. ആരോപണം ബലാത്സംഗ കുറ്റത്തിന്റെ നിർവചനത്തിൽ വരുന്നതല്ല എന്ന് രാഹുലിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഗർഭഛിദ്രം നടത്തിയെന്ന ആരോപണം തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്നതാണ് രാഹുൽ പറയുന്നത്. ഇക്കാര്യത്തിൽ തന്റെ പക്കൽ തെളിവുകളുണ്ട് എന്നത് രാഹുൽ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ് രാഹുലിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത്. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഈ ജാമ്യം അനുവദിക്കണം എന്നതാണ് ആവശ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാഹുലിനെതിരായ 2ാമത്തെ ബലാത്സംഗ പരാതിയിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്ന് നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിട്ടുണ്ട്. ഹോം സ്റ്റേയിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തെന്നും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതുമാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരി നൽകിയ പരാതിയിലാണ് ഇതിനോടകം രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചത്. എല്ലാ തിങ്കളാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി ഒപ്പിടണമെന്ന ഉപാധിയോടെയാണ് ഡിസംബർ 10-ന് കേസിൽ മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിന് അനുവദിച്ചത്. വിധിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ 2 കേസുകൾ, ആ 2 കേസിലും മുൻകൂർ ജാമ്യം എന്നത് ക്രിസ്മസ് അവധിക്ക് ശേഷം മാത്രമേ ഇനി പരിഗണിക്കൂ എന്നുള്ള സാഹചര്യമാണ്. അതിൽ ആദ്യത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് തന്നെ കോടതി നിലപാടെടുത്തിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. സർക്കാർ ഹർജിയിൽ മറുപടി നൽകാൻ രാഹുൽ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ 2ാമത്തെ കേസിൽ ഹർജി പരിഗണിക്കുന്നത് ക്രിസ്മസ് അവധിക്ക് ശേഷം എന്ന നിലയിലേക്ക് കോടതി അത് മാറ്റിയത്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഇനിയുള്ള നീക്കങ്ങൾ നമുക്കറിയാം. കിട്ടിയ അവസരങ്ങളൊക്കെ അന്വേഷണ സംഘം കളഞ്ഞിരുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതാണ്ട് 15 ദിവസം ഒളിവിലായിരുന്നു. പലയിടങ്ങളിൽ മാറി മാറി താമസിക്കുകയായിരുന്നു. അന്വേഷണ സംഘം പിന്നാലെ പായുകയായിരുന്നു. അതിൽ പല അഭിപ്രായങ്ങളുണ്ട്. അവർ പരമാവധി ശ്രമിച്ചിട്ടും രാഹുലിൻ്റെ ഒളിച്ചിരിക്കാനുള്ള രാഹുലിൻ്റെ കഴിവുകൊണ്ടും ലഭിച്ച സഹായങ്ങൾ കൊണ്ടും അറസ്റ്റ് ചെയ്യാനായില്ല. പല ഘട്ടങ്ങളിലും അന്വേഷണ ഉദ്യോഗസ്ഥർ അടുത്തെത്തുമ്പോഴേക്ക് അടുത്ത ഒളിയിടത്തിലേക്ക് രാഹുൽ മാറ്റപ്പെട്ടിരുന്നു എന്നതൊക്കെയാണ് പറയുന്നത്. മറ്റൊന്ന്, മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ
അന്വേഷണ സംഘം അത്ര ധൃതി പിടിച്ചുള്ള ഒരു അറസ്റ്റിലേക്ക് പോയില്ല, അതൊരു തന്ത്രപരമായ നീക്കമായിരുന്നു എന്നൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷേ എന്തായാലും നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 15 ദിവസം ഒളിവിലിരുന്നിട്ട് കേരള പോലീസിന് എന്തുകൊണ്ട് പിടിക്കാനായില്ല എന്നൊരു ചോദ്യമുണ്ട്. നേരത്തെ തന്നെ പരാതിക്കാരി പരാതി നൽകുമെന്ന സൂചനകളുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണ രംഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് സ്വന്തം വാഹനമൊക്കെ ഉപേക്ഷിച്ച് കേരളം കടന്ന് സുരക്ഷിത ഇടങ്ങളിലേക്ക് പോകാൻ എങ്ങനെ അവസരം ലഭിച്ചു എന്ന നിരവധി ചോദ്യങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. അന്വേഷണ സംഘം രാഹുലിൻ്റെ അറസ്റ്റ് ഒഴിവാക്കാൻ ശ്രമിക്കുകയായിരുന്നോ, അല്ലെങ്കിൽ അതിന് സഹായിക്കുകയായിരുന്നോ എന്ന് പോലും സംശയം തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. എന്തായാലും കിട്ടിയ അവസരങ്ങളൊക്കെ കളഞ്ഞു കുളിച്ചിട്ടുള്ള ഈ പോലീസ് ഇപ്പോൾ രാഹുലിന്റെ നീക്കങ്ങൾ ഇപ്പോൾ നിരീക്ഷിക്കാൻ വേണ്ടി പത്തനംതിട്ട അടൂരിലെ വീടിന് പുറത്ത് മഫ്റ്റിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ പോലീസുകാർക്ക് മുന്നിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂട്ടറിൽ വരികയും പോവുകയും സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്കൂട്ടറിൽ ക്ഷേത്ര ദർശനം നടത്താൻ പോകുമ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നു മഫ്റ്റിയിലുള്ള പോലീസ്, പിന്നീട് തിരിച്ചു വരുമ്പോൾ അവിടെ നിൽക്കുന്നു. അങ്ങനെ വീട് ചുറ്റിപ്പറ്റി ഇപ്പോൾ വേണ്ടുന്ന സുരക്ഷിതത്വം നൽകുകയാണ് പോലീസ് ചെയ്യുന്നത്. നേരത്തെ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ പാലക്കാടും നമുക്കറിയാം സംരക്ഷണ വലയം തീർക്കുന്ന പോലീസിനെയാണ് കണ്ടത്. എന്തായാലും 15 ദിവസം ഈ പോലീസിന് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ചോദ്യമുണ്ട്. ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വേറെ പരിപാടികളൊന്നുമില്ല, രാഹുലിനെ സംരക്ഷിച്ച് കൂടെ നിൽക്കുക എന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ. അറസ്റ്റ് എന്തായാലും കോടതി തടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ സ്വതന്ത്രനായി നടക്കുമ്പോൾ അതിജീവിതകളുടെ അവസ്ഥ എന്ത് എന്നത് അറസ്റ്റ് വൈകിപ്പിച്ച പോലീസോ കോടതിയോ തിരക്കുന്നുണ്ടോ? നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയുടെ അനുഭവം നമ്മൾ കേട്ടതാണ്. അടച്ചിട്ട മുറിക്കുള്ളിൽ നടന്ന വിചാരണയിൽ സംഭവിച്ചത് എന്തൊക്കെയെന്ന്, നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരല്ല എന്ന് താൻ മനസ്സിലാക്കുന്നു എന്നാണ് അതിജീവിത അവസാനം പ്രതികരിച്ചത്. നമ്മുടെ നിയമങ്ങൾ ആർക്കു വേണ്ടിയെന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണ്. കാലഹരണപ്പെട്ടതാണോ നമ്മളുടെ നിയമങ്ങൾ? കോടതികൾ പ്രതികൾക്ക് സംരക്ഷണ കവചമൊരുക്കാനും പ്രതികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമുള്ള ഇടങ്ങളാണോ? വാക്കിലും നോക്കിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വരുത്തുന്നവരായി നമ്മുടെ സമൂഹം മാറുന്നുണ്ട്. കാലത്തിനനുസരിച്ചുള്ള മാറ്റം എല്ലായിടത്തുമുണ്ട്. പക്ഷേ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾക്ക് ആ മാറ്റം ബാധകമല്ലേ? അവിടെയും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതല്ലേ? ആ സംശയം മാത്രം ബാക്കിയാവും.